ഹലോ ഡിയർ സ്റ്റുഡൻസ്, രണ്ടാം വർഷ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇലാസ്റ്റിസിറ്റി, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്താണെന്ന് മനസ്സിലാക്കി. അത് മെഷർ ചെയ്യുന്നതിനുള്ള പെർസെൻറ്റേജ് മെത്തേഡ് ഓഫ് മെഷർമെൻറ്റ് ഓഫ് ഇലാസ്റ്റിസിറ്റിയും നമ്മൾ മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ആ പെർസെൻറ്റേജ് മെത്തേഡ് പ്രകാരമുള്ള ഒരു ക്വസ്റ്റ്യൻ, ഒരു അസൈൻമെൻറ്റ് ഞാൻ നിങ്ങൾക്ക് തന്നിരുന്നു. എല്ലാവരും ചെയ്തിരുന്നോ? യെസ്, എല്ലാവരും ചെയ്തിട്ടുണ്ട്. എത്ര ആൻസർ കിട്ടിയേ? യെസ്, 2.4 കിട്ടിയല്ലേ? ഗുഡ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വർക്കൗട്ട് ചെയ്ത ക്വസ്റ്റ്യനിൽ ആ ന്യൂമറിക്കൽ എക്സാമ്പിളിൽ നമുക്ക് 1 എന്ന് പറയുന്ന ഒരു ആൻസറാണ് കിട്ടിയത്. അതിനെ നമ്മൾ യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്ന് വിളിച്ചു. എന്നാൽ ഇപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എത്രയാ? 2.4 ആണ്. 1നേക്കാൾ കൂടുതലായൊരു ആൻസർ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താ? ഈ ന്യൂമറിക്കൽ വാല്യൂസിന് വ്യത്യാസം വരുമ്പോൾ നമ്മൾ ഈ പ്രൊപ്പോർഷണേറ്റ് മെത്തേഡിലൂടെ എത്തിച്ചേരുന്ന ആൻസറിലും വ്യത്യാസം വരും. ഈ വ്യത്യാസത്തിനനുസരിച്ച് നമുക്ക് കിട്ടുന്ന ആ വാല്യൂസിൻ്റെ അടിസ്ഥാനത്തിൽ വി ഹാവ് 5 ഡിഗ്രീസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്കവയെ. ഒന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ED ഈസ് ഈക്വൽ ടു 1. ഇറ്റ് ഈസ് കോൾഡ് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്. രണ്ടാമത്തേത് ED ഈസ് ഈക്വൽ ടു 0, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. മറ്റൊന്ന് ED ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. അതുപോലെ തന്നെ ED ഗ്രേറ്റർ ദാൻ 1 ഉണ്ട്, ദാറ്റ് ഈസ് ഇലാസ്റ്റിക് ഡിമാൻഡ്. ആൻഡ് അഗെയിൻ ദ ലാസ്റ്റ് വൺ ഈസ് ED ലെസ് ദാൻ 1, ദാറ്റ് ഈസ് ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. അപ്പോൾ 5 ഡിഗ്രീസ് ഓഫ് ഇലാസ്റ്റിസിറ്റി. ഇവയെ നമുക്ക് ഗ്രാഫിൽ ഒന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഗ്രാഫിൽ പ്രൈസ് Y അക്ഷത്തിലും ചോദന അളവ് X അക്ഷത്തിലും റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. സോ അറ്റ് P0 പ്രൈസ് ദ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഈസ് Q0 ആൻഡ് വെൻ പ്രൈസ് ഇൻക്രീസസ് ടു P1 ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡിക്ലൈൻസ് ടു Q1 ക്വാണ്ടിറ്റി. സോ നോക്കൂ, P0യിൽ നിന്ന് P1ലേക്ക് പ്രൈസ് ഇൻക്രീസ് ചെയ്തപ്പോൾ ഡിമാൻഡ് Q0യിൽ നിന്ന് Q1ലേക്ക് ഡിക്ലൈൻ ചെയ്തു. ആ ചേഞ്ച് നോക്കിയേ, രണ്ടാ P0 P1 എന്ന വ്യത്യാസവും Q0 Q1 എന്ന വ്യത്യാസവും തുല്യമല്ലേ? സെയിം ചേഞ്ചാണ് ഉണ്ടായിരിക്കുന്നത്. സോ വി ഗെറ്റ് ദ യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്. ഗ്രാഫിക്കലി ദിസ് കർവ് ഈസ് കോൾഡ് എ റെക്ടാങ്കുലർ ഹൈപ്പർബോള. യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് എ റെക്ടാങ്കുലർ ഹൈപ്പർബോള. മാത്തമാറ്റിക്കലി ഇറ്റ്സ് വാല്യൂ ഈസ് ഈക്വൽ ടു 1. സോ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന വാല്യൂ 0 ആണെന്നിരിക്കട്ടെ. 0 ആണെങ്കിൽ അതിന് നമുക്ക് ആ വാല്യൂവിനെ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്നാണ് വിളിക്കുക. പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് അഥവാ ഇലാസ്തിക രഹിത ചോദനം. ഇവിടെ നോക്കൂ, അറ്റ് P0 പ്രൈസ് ദ കൺസ്യൂമർ ഡിമാൻഡ്സ് Q0 ക്വാണ്ടിറ്റി ഓഫ് ദ കമ്മോഡിറ്റി ആൻഡ് വെൻ പ്രൈസ് ഇൻക്രീസസ് ടു P1 the consumer still demands the Q0 quantity of output, and again the price increases to P2. The consumer is not changing his demand, he still demands Q0 level of output. Graphically this curve is a vertical straight line. ഗ്രാഫിൽ നമുക്കിതൊരു വെർട്ടിക്കൽ സ്ട്രെയിറ്റ് ലൈൻ ആണ്. അതേസമയം മാത്തമാറ്റിക്കലി ഇറ്റ്സ് വാല്യൂ ഈസ് ഈക്വൽ ടു 0. ED ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. എഗെയിൻ നമ്മളിപ്പോൾ ഒരു ന്യൂമറിക്കൽ എക്സാമ്പിളിലൂടെ നമുക്ക് കിട്ടിയ ഇലാസ്റ്റിസിറ്റിയുടെ വാല്യൂ ഇൻഫിനിറ്റി ആണെങ്കിൽ അതിന് നമ്മൾ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എന്നാണ് വിളിക്കുക. പൂർണ്ണമായും ഇലാസ്തിക ചോദനം. അറ്റ് P0 പ്രൈസ് ദ കൺസ്യൂമർ ഡിമാൻഡ്സ് Q0 ക്വാണ്ടിറ്റി. എഗെയിൻ അറ്റ് ദ സെയിം പ്രൈസ്, അറ്റ് ദ സെയിം P0 പ്രൈസ് ദ കൺസ്യൂമർ ക്യാൻ പർച്ചേസ് Q1 ക്വാണ്ടിറ്റി ഓർ Q2 ക്വാണ്ടിറ്റി. അതായത് ആ സെയിം പ്രൈസിൽ കൺസ്യൂമറിന് അനന്തമായ അളവ് ഗുഡ്സ് പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ ഗുഡ്സ് ഡിമാൻഡ് ചെയ്യാൻ കഴിയും. ഗ്രാഫിക്കലി ഡിമാൻഡ് കർവിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഹൊറിസോണൽ സ്ട്രെയിറ്റ് ലൈൻ ആൻഡ് മാത്തമാറ്റിക്കലി ഇറ്റ്സ് വാല്യൂ ED ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. ഇഫ് ED ഈസ് ലെസ് ദാൻ 1 എന്ന് പറയുന്ന ഒരു വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് 1നേക്കാൾ കുറവായതുകൊണ്ട് തന്നെ നമ്മളതിനെ ഇൻഇലാസ്റ്റിക് ഡിമാൻഡ് എന്നാണ് വിളിക്കുക. That is, a unit change in 1 unit change in price leads to a less than proportionate change in quantity demand. At P0 price, the consumer demands Q0 quantity. When price increases to P1, the demand declines to Q1 quantity.
ഗ്രാഫിക്കലി നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. ആ P0 P1 എന്ന് പറയുന്ന 1 യൂണിറ്റ് ചേഞ്ച് ഉണ്ടായി, പ്രൈസിലുണ്ടായ ഒരു വർധനവ്. P0 P1 എന്ന് പറയുന്ന 1 യൂണിറ്റ് ചേഞ്ച് ക്വാണ്ടിറ്റിയിലുണ്ടാക്കിയ കുറവ് എത്രയാ? Q0 Q1 ആണ്. ഇറ്റ് ഈസ് smaller than P0 P1. So here the elasticity the value less than 1 ആണ്, and so it is called the inelastic demand. On the other hand, if the value we get is greater than 1, proportionate change in quantity demand is greater than proportionate change in price. ഡിമാൻഡിലുണ്ടായ ആനുപാതിക മാറ്റം പ്രൈസിലുണ്ടാകുന്ന ആനുപാതിക മാറ്റത്തേക്കാൾ കൂടുതലാണ് എന്നർത്ഥം. At P0 price, quantity demanded is Q0. When price increases to P1, consumer reduces the demand to Q1 quantity. നോക്കുക, Q0 Q1 എന്ന് പറയുന്നത് is greater than the difference P0 P1. So here the value of elasticity is greater than 1. That means proportionate change in quantity demand greater than proportionate change in price. So നമ്മൾ 5 degrees of price elasticity ഏതൊക്കെയാണെന്നും അവയുടെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും പരിചയപ്പെട്ടു. നമുക്ക് ഈ 5 degrees of elasticity നമ്മൾ ഏതോ ചില വാല്യൂസ് അവയ്ക്ക് ഒരു സ്ഥിരത നിലനിൽക്കുന്നതായി കാണാം അല്ലേ? Some of the degrees are maintaining or keeping constancy in their value. വാല്യൂവിൽ കോൺസ്റ്റൻസി അഥവാ സ്ഥിരത നിലനിൽക്കുന്നുണ്ട്. ഏതൊക്കെയാണത്? യെസ്, കറക്റ്റ്. 3 എണ്ണത്തിന് നമുക്കിവിടെ കോൺസ്റ്റൻസി ഉണ്ട്. ED is equal to 0, ED is equal to 1 and ED is equal to infinity. നോക്കൂ, ആദ്യം നമുക്ക് ആ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് എടുത്ത് നോക്കി. ആ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡിലെ ഡിമാൻഡ് കർവിൻ്റെ ഷേപ്പ് എന്താ? ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ ആണ്. ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ പരിഗണിച്ചാൽ ആ ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈനിൻ്റെ എല്ലാ പോയിന്റുകളിലും ഇലാസ്റ്റിസിറ്റി കോൺസ്റ്റൻ്റ് ആയിരിക്കും. So we can say that at all points along the horizontal straight line, ED is equal to infinity. Okay. Then അടുത്ത് നമുക്ക് നോക്കാം എങ്ങനെയാണ് ആ പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. ഇവിടെ നമുക്ക് കർവിൻ്റെ ഷേപ്പ് എന്താ? ഇറ്റ്സ് എ വെർട്ടിക്കൽ സ്ട്രെയിറ്റ് ലൈൻ. ആ വെർട്ടിക്കൽ സ്ട്രെയിറ്റ് ലൈനിൽ ഏത് പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്താലും അവിടെ എല്ലാം തന്നെ ഇലാസ്റ്റിസിറ്റിയുടെ വാല്യൂ 0 ആയിരിക്കും. So we can say that at any point on a vertical straight line, elasticity is equal to 0. So we can consider the third case also. ഇവിടെ നോക്കൂ, ഈ കർവിൻ്റെ ഏതൊരു പോയിന്റിൽ എടുത്തു നോക്കിയാലും പ്രൈസിനുണ്ടാകുന്ന ആനുപാതിക മാറ്റത്തിന് തുല്യമായ മാറ്റം തന്നെയാണ് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഉണ്ടാകുന്നത്. സോ ആ കർവിൻ്റെയും ഈ റെക്റ്റാങ്കുലർ ഹൈപ്പർബോളയുടെയും ഏതൊരു പോയിന്റ്, ആ ഷേപ്പിലുള്ള ഡിമാൻഡ് കർവിൻ്റെ ഏതൊരു പോയിന്റിലും ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. സോ ഇവിടെ ഈ 3 കർവിലും നമ്മൾ പറഞ്ഞു ഇലാസ്റ്റിസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. സോ ദീസ് 3 കർവ്സ് ആർ കോൾഡ് കോൺസ്റ്റൻ്റ് ഇലാസ്റ്റിസിറ്റി ഡിമാൻഡ് കർവ്സ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇലാസ്റ്റിസിറ്റി കണക്കാക്കുന്നതിനുള്ള, മെഷർ ചെയ്യുന്നതിനുള്ള ഒരു പെർസെൻറ്റേജ് മെത്തേഡ് നമ്മൾ പരിചയപ്പെട്ടു. അതുകൂടാതെ തന്നെ മറ്റു ചില മാർഗങ്ങളിലൂടെയും നമുക്ക് ഇലാസ്റ്റിസിറ്റി കണക്കാക്കാം. നമുക്ക് ഒരു ലീനിയർ ഡിമാൻഡ് കർവിൽ എങ്ങനെയാണ് ഇലാസ്റ്റിസിറ്റി മെഷർ ചെയ്യേണ്ടത്? എന്താ ഒരു ലീനിയർ ഡിമാൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്? യെസ്, Q is equal to A minus BP. In the equation, A is the horizontal intercept. പ്രൈസിനെ നമ്മൾ y ആക്സിസിലും ക്വാണ്ടിറ്റി ഡിമാൻഡായ ഡിപ്പെൻഡൻറ്റ് വേരിയബിളിനെ x ആക്സിസിലും റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് നമുക്കൊരു x ആക്സിസും y ആക്സിസും വരയ്ക്കാം. കിട്ടിയല്ലോ. ഇനി നമുക്കൊരു ലീനിയർ ഡിമാൻഡ് കർവാണ് വരയ്ക്കേണ്ടത്. ലീനിയർ ഡിമാൻഡ് കർവ് വരയ്ക്കാൻ ഇനി എന്തൊക്കെ വേണം? ഒരു വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും വേണം, ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും വേണം. എന്താണ് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ്? ഈ വെർട്ടിക്കൽ ലൈനിൽ അഥവാ നമ്മുടെ y ആക്സിസിൽ ഡിമാൻഡ് കർവ് ടച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിമാൻഡ് കർവ് ജോയിൻ ചെയ്യുന്ന പോയിന്റ്, ഇതാണല്ലോ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ്. ആ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റിൽ അല്ലെങ്കിൽ ആ വെർട്ടിക്കൽ ലൈനിൽ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. എലോങ് ദ വെർട്ടിക്കൽ ലൈൻ ദ ക്വാണ്ടിറ്റി ഡിമാൻഡ് വിൽ ബി 0. Q is equal to A minus BP എന്നുള്ള ഇക്വേഷനിൽ ആ ക്വാണ്ടിറ്റിക്ക് നമുക്ക് 0 എന്ന് വാല്യൂ കൊടുക്കാം. സോ വി ഗെറ്റ് ദ ഇക്വേഷൻ 0 ഈസ് ഈക്വൽ ടു A minus BP. അതായത് നമ്മൾ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ക്യൂവിന് എന്ത് വാല്യൂ കൊടുത്തിരിക്കുന്നത്? 0 എന്ന വാല്യൂ കൊടുത്തത്. 0 ഈസ് ഈക്വൽ ടു A minus BP എന്ന് നമുക്ക് ഇക്വേഷൻ എഴുതാം. സോ ഇനി നമുക്ക് പ്രൈസാണ് കണ്ടുപിടിക്കേണ്ടത്, വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റിലെ പ്രൈസ്. സോ റൈറ്റ് ഹാൻഡ് സൈഡിലെ -BP എന്ന് പറയുന്ന ആ നൊട്ടേഷനെ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരാം, ഇടതുവശത്തേക്ക് കൊണ്ടുവരാം. -BP ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് വരുമ്പോൾ എന്താവും? +BP ആവും. സോ BP ഈസ് ഈക്വൽ ടു A എന്ന ഇക്വേഷൻ മാറും.
ഇതിൽ നിന്ന് നമുക്കിനി പി കണ്ടുപിടിക്കാം. പി ഈസ് ഈക്വൽ ടു എ ബൈ ബി. സോ ഹിയർ വി ഗെറ്റ് ദ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ്. നമുക്കിവിടെ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് കിട്ടി. ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തു ഇറ്റ് ഈസ് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എ ബൈ ബി. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും കണ്ടുപിടിക്കാം. ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഹൊറിസോണ്ടൽ ലൈനിൽ അഥവാ എക്സ് അക്ഷത്തിൽ ഡിമാൻഡ് കർവ് ജോയിൻ ചെയ്യുന്ന മീറ്റ് ചെയ്യുന്ന പോയിന്റ്. ഈ പോയിന്റിൽ പ്രൈസ് 0 ആയിരിക്കും. എലോങ് ദ വെർട്ടിക്കൽ ലൈൻ, ആ വെർട്ടിക്കൽ ലൈനിൽ എക്സ് ആക്സിസിൽ പ്രൈസ് ഈസ് ഈക്വൽ ടു 0 എന്ന് വാല്യൂ കൊടുക്കാം നമുക്ക്. സോ ഈ ഇക്വേഷനിൽ ഇപ്പോൾ എങ്ങനെയാണ് വാല്യൂ കൊടുക്കുക? ക്യൂ ഈസ് ഈക്വൽ ടു എ മൈനസ് ബി പി എന്നാണ് നമ്മുടെ ഇക്വേഷൻ. അതിൽ പിക്ക് നമ്മൾ 0 എന്ന് വാല്യൂ കൊടുക്കുക. ദാറ്റ് ഈസ് ക്യൂ ഈസ് ഈക്വൽ ടു എ മൈനസ് ബി ഇൻറ്റു 0. അപ്പോൾ ബി ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? 0 കിട്ടും അല്ലേ? സോ ക്യൂ ഈസ് ഈക്വൽ ടു എ. അപ്പോൾ നോക്കൂ, നമുക്ക് 2 ഇൻ്റർസെപ്റ്റ് കിട്ടി. ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് എ എന്നും കിട്ടി, വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എ ബൈ ബിയും കിട്ടി. ഇവ രണ്ടും ജോയിൻ ചെയ്തുകൊണ്ട്, ഈ 2 ഇൻ്റർസെപ്റ്റുകളെയും ജോയിൻ ചെയ്തുകൊണ്ട് വി ക്യാൻ ഡ്രോ എ ലീനിയർ ഡിമാൻഡ് കർവ്. നമുക്കൊരു ലീനിയർ ഡിമാൻഡ് കർവ് വരയ്ക്കാം. ഈ ലീനിയർ ഡിമാൻഡ് കർവിലെ വിവിധ പോയിന്റുകളിലുള്ള ഇലാസ്റ്റിസിറ്റി നമുക്ക് കണക്കാക്കണം. എങ്ങനെ കണക്കാക്കാം നോക്കൂ. ഫംഗ്ഷൻ നമുക്കുണ്ട്, ലീനിയർ ഡിമാൻഡ് ഫംഗ്ഷൻ നമുക്കുണ്ട്. ക്യൂ ഈസ് ഈക്വൽ ടു എ മൈനസ് ബി പി. ഇവിടെ സ്ലോപ്പ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, മൈനസ് ബി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി. ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ് വിത്ത് റെസ്പെക്ട് ടു ചേഞ്ച് ഇൻ പ്രൈസ്. പ്രൈസിലുണ്ടാകുന്ന മാറ്റത്തിൻ്റെ ഫലമായി ഡിമാൻഡിലുണ്ടായ മാറ്റം എത്ര, ഇതാണ് മൈനസ് ബി എന്ന് പറയുന്നത്. ഇതേ സമയം തന്നെ നമുക്ക് ഇലാസ്റ്റിസിറ്റി കണക്കാക്കുന്നതിന് മറ്റൊരു ഇക്വേഷൻ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഏതാത്? എസ് ഇ ഡി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ. നോക്കൂ, നമ്മൾ ഈ ഫംഗ്ഷൻ്റെ ഭാഗമായിട്ട് മൈനസ് ബി ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി എന്ന് എഴുതിയില്ലേ? അപ്പോൾ ഈ പ്രൊപ്പോർഷനേറ്റ് മെത്തേഡിലെ പെർസെൻറ്റേജ് മെത്തേഡിലെ ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി എന്ന് പറയുന്ന ഈ ഭാഗത്ത് നമുക്ക് മൈനസ് ബി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഇക്വേഷൻ ഇപ്പോൾ ഏത് രൂപത്തിലായിരിക്കുക? മൈനസ് ബി ഇൻറ്റു പി ബൈ ക്യൂ, ദാറ്റ് ഈസ് മൈനസ് ബി പി ബൈ ക്യൂ. ഇതാണ് ലീനിയർ ഡിമാൻഡ് കർവിലെ ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കുന്നതിനുള്ള ഇക്വേഷൻ. ഇവയ്ക്ക് 3നും ന്യൂമറിക്കൽ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ലീനിയർ ഡിമാൻഡ് കർവിലെ വ്യത്യസ്ത പോയിന്റുകളിലെ ഇലാസ്റ്റിസിറ്റി നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഡിമാൻഡ് കർവ് ഉണ്ട്. ആ ഡിമാൻഡ് കർവിലെ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എ ബൈ ബി ആണ്, അതുപോലെ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് എയുമാണ്. ഈ 2 പോയിന്റുകളെ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ആ 2 പോയിന്റുകളിൽ നമുക്ക് ഇലാസ്റ്റിസിറ്റി കണക്കാക്കാം. So in the linear demand curve we have 2 values, that is one vertical intercept and one horizontal intercept. Vertical intercept le namukku A by B aanu price. Aa A by B il quantity demanded etraya 0 aanu, because along the vertical line quantity demand is equal to 0. appo namukku ee equation il 0 ennu value koduthu nokam. Equation endha? ED is equal to minus BP divided by Q. മൈനസ് ബി പി ബൈ ക്യൂ. ക്യൂവിന് നമ്മളിപ്പോൾ എത്ര വാല്യൂ കൊടുക്കുന്നത്? 0 ആണ് കൊടുക്കുന്നത്. ഏതൊരു സംഖ്യയും 0 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയായിരിക്കും കിട്ടുക? ഇറ്റ് ഈസ് ഇൻഫിനിറ്റി. ഇഫ് ദ പ്രൈസ് ഈസ് എ ബൈ ബി, വി ക്യാൻ സേ ദാറ്റ് ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. പ്രൈസ് എ ബൈ ബി ആകുമ്പോൾ ഇലാസ്റ്റിസിറ്റി എത്രയാവും? ഇൻഫിനിറ്റി ആയിരിക്കും. ഇതാണ് ഒരു കേസ്. ഇപ്പോൾ നോക്കൂ, നമുക്ക് അടുത്ത ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് എടുത്ത് നോക്കാം. ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് എത്രയാ? എ ആണ് നമ്മുടെ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ്. ആ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് എ ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ആ പ്രൈസ് ലെവൽ 0 ആണ് എന്നാണ് അതിനർത്ഥം. സോ നമുക്കിപ്പോൾ പിക്ക് 0 എന്ന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ ഇതാണ്, മൈനസ് ബി പി ഡിവൈഡഡ് ബൈ ക്യൂ. ഇവിടെ പിക്കാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന 0 എന്നുള്ള വാല്യൂ. ദറ്റ് ഈസ് മൈനസ് ബി ഇൻറ്റു 0 ബൈ ക്യൂ. ഏതൊരു സംഖ്യയെ 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടുക? 0 ആയിരിക്കും. ഒരു 0 എന്ന് പറയുന്ന ഒരു വാല്യൂവിനെ നമ്മൾ മറ്റേതൊരു സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്താലും നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയായിരിക്കും? 0 തന്നെയായിരിക്കും. സോ ഇഫ് ദ പ്രൈസ് ഈസ് ഈക്വൽ ടു 0, ഇലാസ്റ്റിസിറ്റി ഈസ് 0. പ്രൈസ് 0 ആണെങ്കിൽ ഇലാസ്റ്റിസിറ്റി 0. പ്രൈസ് എ ബൈ ബി ആണെങ്കിൽ ഇലാസ്റ്റിസിറ്റി ഇൻഫിനിറ്റിയുമാണ്. പക്ഷെ നമുക്ക് ഈ കർവിൻ്റെ മറ്റൊരു പോയിന്റിലും വാല്യൂസ് ലഭ്യമല്ല അല്ലേ? എങ്കിലും നമുക്ക് കൃത്യമായിട്ട് ആ പ്രൈസ് എ ബൈ ബി എന്ന് പറയുന്നൊരു പോർഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഈ എ ബൈ ബിയുടെ പകുതി എടുക്കാം നമുക്ക്. എ ബൈ ബിയുടെ പകുതി എടുക്കാൻ എന്ത് ചെയ്യണം? എ ബൈ ബിയെ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എത്ര കിട്ടും? എ ബൈ 2b. പ്രൈസ് ഇപ്പോൾ എത്രയാ? എ ബൈ 2b. ആ എ ബൈ 2b പ്രൈസിൽ ഡിമാൻഡ് പെണ്ണി എത്രയായിരിക്കും?
നേരത്തെയുള്ള നമ്മുടെ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റായി എയുടെ പകുതിയേ ഉണ്ടാവുള്ളൂ അവിടെ. സോ എയുടെ പകുതിയാണെങ്കിൽ എന്താ, എ ഇൻറ്റു 1/2, ദാറ്റ് ഈസ് a/2. ഇപ്പോൾ നമുക്ക് രണ്ട് പ്രൈസും കിട്ടി, അതുപോലെ തന്നെ പിയുടെ വാല്യൂവും കിട്ടി, ക്യൂയുടെ വാല്യൂവും കിട്ടി. ഈ രണ്ട് വാല്യൂസും നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നോക്കൂ, ദ ഇക്വേഷൻ ED ഈസ് ഈക്വൽ ടു -BP/Q. ഇതിലാണ് നമ്മുടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. പ്രൈസ് a/2b ഉണ്ട്, അതുപോലെ ക്വാണ്ടിറ്റി a/2 ഉണ്ട്. ഇവ നമുക്ക് അതിലേക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ദറ്റ് ഈസ് -b ഇൻറ്റു a/2b ഡിവൈഡഡ് ബൈ a/2. ന്യൂമറേറ്ററിലെ ഒരു ബിയും ഡിനോമിനേറ്ററിലെ ബിയും നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇനി ബാക്കി അവിടെ എന്താ ഉള്ളത്, a/2 ഉണ്ട്. അതുപോലെ ഡിനോമിനേറ്ററിലും ഒരു a/2 ഉണ്ട്. ദറ്റ് ഈസ് a/2 ഡിവൈഡഡ് ബൈ a/2. എനി നമ്പർ ഡിവൈഡഡ് ബൈ ദാറ്റ് നമ്പർ ഈസ് ഈക്വൽ ടു 1 ആണ്. ഏതൊരു നമ്പറിനെയും അതേ നമ്പർ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും, 1 ആയിരിക്കും. സോ പ്രൈസ് a/2b ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു 1. ദാറ്റ് ഈസ് at the midpoint of the linear demand curve. Linear demand curve mid point la elasticity is equal to 1 ആയിരിക്കും. രണ്ട് കാര്യങ്ങൾ കൂടി നമുക്ക് ഇവിടെ കൺസോളിഡേറ്റ് ചെയ്യാൻ സാധിക്കും. ഒന്ന്, പ്രൈസ് 0 മുതൽ 0യേക്കാൾ കൂടുതലും a/2bയേക്കാൾ കുറവുമായ സിറ്റുവേഷൻ. ഇഫ് പ്രൈസ് ഈസ് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ലെസ് ദാൻ a/2b, then ഇലാസ്റ്റിസിറ്റിയുടെ വാല്യൂ ഈസ് ലെസ് ദാൻ 1. ഇലാസ്റ്റിസിറ്റിയുടെ വാല്യൂ ഒന്നിനേക്കാൾ കുറവായിരിക്കും. That is, if price is greater than 0 and less than a/2b, elasticity of demand is less than 1. On the other hand, let us suppose that price is greater than a/2b. Here, elasticity is greater than 1. Elasticity greater than 1 ആയിരിക്കും. We can consolidate all these points on a linear demand curve. നോക്കൂ, if price is equal to a/b, elasticity is equal to infinity. If price is equal to 0, elasticity is equal to 0. If price is a/2b, elasticity is equal to 1. And if price is greater than 0 and less than a/2b, elasticity is less than 1. And if price is greater than a/2b, elasticity is greater than 1. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത് ഒരു ലീനിയർ ഡിമാൻഡ് കർവിൻ്റെ വിവിധ പോയിന്റുകളിൽ വ്യത്യസ്തമായ ഇലാസ്റ്റിസിറ്റിയാണ് നമ്മൾ കണ്ടത്. ഒരു ലീനിയർ ഡിമാൻഡ് കർവ് വരച്ചാൽ അത് ജോമെട്രിക്കലി നമുക്ക് ഇലാസ്റ്റിസിറ്റി കണക്കാക്കാൻ പറ്റും. ആ ഡിമാൻഡ് കർവിൻ്റെ ഏത് പോയിന്റിൽ വേണമെങ്കിലും ഇലാസ്റ്റിസിറ്റി കണക്കാക്കാം. അതിനുള്ള നമ്മുടെ ഇക്വേഷനാണ് ലോവർ സെഗ്മെൻറ്റ് ഡിവൈഡഡ് ബൈ അപ്പർ സെഗ്മെൻറ്റ് ഓഫ് ദ ഡിമാൻഡ് കർവ് ഓഫ് ദാറ്റ് പോയിന്റ്. ആ പോയിന്റിൽ നമ്മളൊരു പെർട്ടിക്കുലർ പോയിന്റാണ് എടുത്തതെങ്കിൽ ആ പോയിന്റിലെ ഇലാസ്റ്റികത നമുക്ക് കണ്ടെത്തണം. ആ പോയിന്റിൽ നിന്ന് എക്സ് അക്ഷത്തിലേക്കുള്ള ഡിമാൻഡ് കർവിൻ്റെ ഏരിയ ലോവർ സെഗ്മെൻ്റ് എന്നും അതേസമയം വൈ അക്ഷത്തിലേക്കുള്ള ഡിമാൻഡ് കർവിൻ്റെ ഭാഗത്തെ നമ്മൾ അപ്പർ സെഗ്മെൻ്റ് എന്നും വിളിക്കും. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിലെ ഡിമാൻഡ് കർവിൻ്റെ ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ നമുക്ക് ഇലാസ്റ്റിസിറ്റി കണക്കാക്കണമെങ്കിൽ ആ ലോവർ സെഗ്മെൻറ്റിനെ അപ്പർ സെഗ്മെൻറ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയാകും. നോക്കാം നമുക്ക് കർവിൽ എങ്ങനെയായിരിക്കും അത് ഇലാസ്റ്റിസിറ്റി കണക്കാക്കുന്നതെന്ന്. സോ ഹിയർ വി ഹാവ് എ ലീനിയർ ഡിമാൻഡ് കർവ് AB. ആ ലീനിയർ ഡിമാൻഡ് കർവ് AB-യിൽ നമുക്ക് A എന്ന് പറയുന്ന പോയിന്റിൽ ഇലാസ്റ്റിസിറ്റി കണക്കാക്കണം. നമുക്ക് ഈ കർവിന് 0-20 എന്ന് പറയുന്ന അല്ലെങ്കിൽ നമുക്കൊരു 20 സെൻറ്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ഡിമാൻഡ് കർവായിട്ട് നമുക്കിതിനെ ജസ്റ്റ് അസ്യൂം ചെയ്യാം. പിന്നെ ന്യൂമറിക്കലി നമുക്ക് ഇതെങ്ങനെ കണക്കാക്കാം എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി കൊടുത്തിട്ടുള്ളതാണ്. എയിലാണ് നമുക്ക് ഇലാസ്റ്റിസിറ്റി കണക്കാക്കേണ്ടത്, A എന്ന് പറയുന്ന പോയിന്റിൽ. ആ A എന്ന് പറയുന്ന പോയിന്റിലെ ലോവർ സെഗ്മെൻറ്റ് എത്രയാണ്? അതായത് A എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് എക്സ് അക്ഷത്തിലേക്കുള്ള ലെങ്ത്, അതാണ് ഞാൻ ചോദിക്കുന്നത്. മൊത്ത ഏരിയയും അവിടെ എന്ത് തന്നെയാണ്? ലോവർ സെഗ്മെൻറ്റ് തന്നെയാണ്. സോ 20 സെൻറ്റിമീറ്റർ തന്നെയാണ് അവിടുത്തെ അളവ്. എന്നാൽ അപ്പർ സെഗ്മെൻറ്റോ? അപ്പർ സെഗ്മെൻറ്റ് അവിടെ 0 സോ 20 ഡിവൈഡഡ് ബൈ 0 ഈസ് ഈക്വൽ ടു എനി നമ്പർ ഡിവൈഡഡ് ബൈ 0 ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. ഓക്കെ, ഇഫ് ദ സ്ട്രെയിറ്റ് ലൈൻ ലീനിയർ ഡിമാൻഡ് കർവ് ജോയിൻസ് വിത്ത് ദ y axis, at that point elasticity is equal to infinity. ഓക്കെ, ആ ലീനിയർ ഡിമാൻഡ് കർവിൽ മറ്റൊരു പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, പോയിന്റ് B. ദാറ്റ് ഈസ് ഉണ്ട് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ ഡിമാൻഡ് കർവ് ഹൊറിസോണ്ടൽ ആക്സിസിൽ ജോയിൻ ചെയ്യുന്ന പോയിന്റ്.
ആ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിൽ നമുക്ക് നോക്കാം, അവിടെയും 0-20 എന്ന് പറയുന്ന നമ്മുടെ ലെങ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലോവർ സെഗ്മെന്റ് എത്രയാ? അതിൽ നിന്ന് താഴോട്ടുള്ള, ഇനി എക്സ് ആക്സിസിന് താഴോട്ടില്ല, എക്സ് ആക്സിസിൽ ടച്ച് ചെയ്ത് വയ്ക്കുക ഡിമാൻഡ് കർവ്, അതിന് താഴേക്ക് ഇനി ഒരു ഏരിയ ഇല്ല. സോ നമുക്കിവിടെ ലോവർ സെഗ്മെന്റ് 0 എന്നും അപ്പർ സെഗ്മെന്റ് തന്നെയാണ്, മൊത്തം ഏരിയയും അപ്പർ സെഗ്മെന്റ് ആണ്. സോ 20 അപ്പർ സെഗ്മെന്റും കൊടുക്കാം. അപ്പോൾ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 0/20 എന്ന് കിട്ടും. 0യെ ഏതൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലും 0 എന്ന വാല്യൂ ആയിരിക്കും കിട്ടുക. സോ EP is equal to 0. It is known as perfectly inelastic demand. Now we can mark a point at the midpoint of the curve, point C. ആ C എന്ന് പറയുന്ന പോയിന്റിൽ നമുക്കറിയാം അതിൻ്റെ ലോവർ സെഗ്മെന്റ് നോക്കൂ. ലോവർ സെഗ്മെന്റ് എത്രയായിരിക്കും? ആ കർവിൻ്റെ മൊത്തം ലെങ്ത് 20 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ മിഡ് പോയിന്റിൽ വെച്ചൊരു പോയിന്റ് മാർക്ക് ചെയ്താൽ അതിൻ്റെ ലോവർ സെഗ്മെന്റ് എത്രയാ? 10 സെൻറ്റിമീറ്റർ. ദെൻ അപ്പർ സെഗ്മെന്റും 10 സെൻറ്റിമീറ്റർ. എനി എ നമ്പർ ഡിവൈഡഡ് ബൈ ദാറ്റ് സെയിം നമ്പർ, ദ വാല്യൂ ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. So we can say that at the midpoint of the curve, elasticity is equal to unity, 1, unitary elastic demand. മിഡ്പോയിന്റിൽ ഇലാസ്തികത 1ന് തുല്യമായിരിക്കും. ഇതുപോലെ നമുക്ക് ഏത് പോയിന്റിൽ വേണമെങ്കിലും ഡിമാൻഡ് കർവിൻ്റെ ഏതൊരു പോയിന്റിൽ വേണമെങ്കിലും നമുക്ക് ഇലാസ്റ്റിസിറ്റി കാണാൻ പറ്റും. അപ്പോൾ ഇഫ് വി ടേക്ക് എ പോയിന്റ് ബിലോ ദ മിഡ് പോയിന്റിന് താഴെ ഒരു പോയിന്റ് കൺസിഡർ ചെയ്തു, അതിന് നമ്മൾ 5 എന്ന വാല്യൂ കൊടുത്തു. ആ പോയിന്റിലാണ് നമുക്ക് ഇലാസ്റ്റിസിറ്റി കാണേണ്ടതെങ്കിൽ ലോവർ സെഗ്മെന്റ് 5ഉം അപ്പർ സെഗ്മെന്റ് 15ഉം ആകുന്നു. ന്യൂമറേറ്റർ ചെറുതും ഡിനോമിനേറ്റർ വലുതുമാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും? ലെസ് ദാൻ 1 ആണ്. സോ വി ക്യാൻ സേ ദാറ്റ് എനി പോയിന്റ് ബിറ്റ്വീൻ ദ മിഡ് പോയിന്റ് and the horizontal axis, elasticity is less than 1 and it is inelastic demand. Now we can mark a point above the midpoint. മിഡ്പോയിന്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ അതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു പോയിന്റ് മാർക്ക് ചെയ്യാം. അത് നമുക്ക് 15 നമ്പർ കൊടുക്കുകയും ചെയ്തു. നോക്കൂ, അവിടെ നിന്ന് ലോവർ സെഗ്മെന്റ് എത്രയായിരിക്കും? 15 സെൻറ്റിമീറ്റർ ലോവർ സെഗ്മെൻറ്റും അപ്പർ സെഗ്മെൻറ്റ് ബാക്കിയുള്ള 5 സെൻറ്റിമീറ്ററും ആയിരിക്കും. സോ നമ്മുടെ ഇക്വേഷൻ ലോവർ സെഗ്മെൻറ്റ് ഡിവൈഡഡ് ബൈ അപ്പർ സെഗ്മെൻറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് 15 ഡിവൈഡഡ് ബൈ 5 എന്ന് കൊടുക്കാം. അപ്പോൾ ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതുമാണ്. സോ വി ഗെറ്റ് എ വാല്യൂ ഗ്രേറ്റർ ദാൻ 1. അതായത് മിഡ് പോയിന്റിന് മുകളിലേക്കുള്ള ലെഫ്റ്റ് സൈഡിലെ ഇടത് ഭാഗത്തേക്കുള്ള ഡിമാൻഡ് കർവിൻ്റെ ഇലാസ്റ്റിസിറ്റി ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. സോ വി ക്യാൻ കൺസോൾഡേറ്റ് ദീസ് വാല്യൂസ് ഇൻ എ സെയിം ഡിമാൻഡ് കർവ്. ഒരു ഡിമാൻഡ് കർവിൽ നമുക്കത് കാണിച്ചു നോക്കാം, ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് വെൻ ദ ഡിമാൻഡ് കർവ് ജോയിൻസ് ദ ഹൊറിസോണ്ടൽ ആക്സിസ്, ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു 0. When the demand curve joins the vertical axis or vertical line, elasticity is equal to infinity. At the midpoint of the straight line demand curve, elasticity is equal to 1. Midpoint elasticity 1ന് തുല്യമായിരിക്കും. And at the right of the midpoint, elasticity is less than 1. And on the left side of midpoint, elasticity is greater than 1. ഹൊറിസോണ്ടൽ ആക്സിസിൽ ഡിമാൻഡ് കർവ് ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് ഇലാസ്റ്റിസിറ്റി 0 ആയിരിക്കും. വെർട്ടിക്കൽ ആക്സിസിൽ ഡിമാൻഡ് കർവ് ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് ഇലാസ്റ്റിസിറ്റി ഇൻഫിനിറ്റി ആയിരിക്കും. ഡിമാൻഡ് കർവിൻ്റെ മധ്യഭാഗത്തുള്ള പോയിന്റിൽ, ആ മിഡിൽ പോയിന്റിൽ ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും, യൂണിറ്റി ആയിരിക്കും. ദെൻ മിഡ് പോയിന്റിൽ നിന്ന് റൈറ്റ് ഭാഗത്തേക്ക്, വലത് ഭാഗത്തേക്കുള്ള ഡിമാൻഡ് കർവിൻ്റെ ഏതൊരു പോയിന്റ് എടുത്താലും ഇലാസ്റ്റിസിറ്റി ലെസ് ദാൻ 1 ആയിരിക്കും, 1നേക്കാൾ കുറവായിരിക്കും. അതുപോലെ മിഡ് പോയിന്റിൽ നിന്ന് ഇടത് ഭാഗത്തേക്കുള്ള ഡിമാൻഡ് കർവിൻ്റെ ഏതൊരു പോയിന്റിലും ഇലാസ്റ്റിസിറ്റി ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇലാസ്റ്റിസിറ്റിയുടെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത്. എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമ്മൾ 5 ഡിഗ്രീസ് ഓഫ് ഇലാസ്റ്റിസിറ്റി പറഞ്ഞു. ഈ 5 ഡിഗ്രീസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയിൽ 3 നമ്മൾ കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റീസ് ആണെന്ന് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റികൾ? പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക്, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആൻഡ് യൂണിറ്ററി ഇലാസ്റ്റിക്. ദെൻ നമ്മൾ ലീനിയർ ഡിമാൻഡ് കർവിലെ ഇലാസ്റ്റിസിറ്റി കണക്കാക്കി. അതിന് ഇലാസ്റ്റിസിറ്റി കണക്കാക്കുന്നതിന് നമ്മളൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. ദറ്റ് ഈസ് ED ഈസ് ഈക്വൽ ടു -BP ഡിവൈഡഡ് ബൈ Q എന്ന് പറയുന്ന ഇക്വേഷൻ. അവിടെ നമ്മൾ ലീനിയർ ഡിമാൻഡ് കർവിലെ വ്യത്യസ്ത പോയിന്റുകളിൽ ഇലാസ്റ്റിസിറ്റി കണക്കാക്കി. അത് കഴിഞ്ഞ് ജോമെട്രിക് മെഷർ ഓഫ് ഇലാസ്റ്റിസിറ്റിയിലെത്തി. അവിടെയും സ്ട്രെയിറ്റ് ലൈൻ ഡിമാൻഡ് കർവിലെ ഇലാസ്റ്റിസിറ്റി ജോമെട്രിക്കലി എങ്ങനെ മെഷർ ചെയ്യാമെന്ന് നമ്മൾ മനസ്സിലാക്കി.
ഇത്രയുമാണ് ഇലാസ്റ്റിസിറ്റിയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ആ ലീനിയർ ഡിമാൻഡ് ഫംഗ്ഷനിലെ ഒരു മാത്തമാറ്റിക്കൽ പ്രോബ്ലം നമുക്ക് അസൈൻമെൻ്റ് ആയിട്ട് ചെയ്യാം. കൺസിഡർ ദ ഡിമാൻഡ് കർവ് Q is equal to 10 minus 2p. What is the elasticity of demand at price ₹3? ഇലാസ്റ്റിസിറ്റിയുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഓക്കെ, താങ്ക് യു.